എൻ്റെ പേര് നിക് ഹാരിസൺ. ഞാനൊരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡാണ്. ഒരു മാസമായി എനിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. എനിക്ക് പൈസക്ക് അത്യാവശ്യമുള്ള സമയമായിരുന്നു ഇപ്പോൾ. ആ സമയത്തായിരുന്നു എൻ്റെ ഫ്രണ്ട് മാർക്ക് എന്നെ വിളിക്കുന്നത്. അവൻ എനിക്ക് ഒരു ജോബ് ഓഫർ ചെയ്തു. മറ്റൊന്നും ആയിരുന്നില്ല, ഒരു നൈറ്റ് ഷിഫ്റ്റ് സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്യുവാനായിരുന്നു അവൻ ഓഫർ ചെയ്തത്. എനിക്ക് ആദ്യം അധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്യേണ്ടത് ഗ്വാഡലൈപ്പിലെ സെമിത്തേരിയിലാണ്. ഈ ഒരു സെമിത്തേരി അതിൻ്റെ മനോഹരമായ ചർച്ച് കൊണ്ട് ഫേമസ് ആണ്. ഇപ്പോൾ നാട്ടുകാർ ആ ഒരു സ്ഥലം ഉപേക്ഷിച്ചു. ചില കാരണത്താൽ ഗവൺമെൻറ്റിന് ഈ ഒരു സ്ഥലം ഒരു ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ് സൈറ്റായി പ്രിസർവ് ചെയ്യണമത്രേ. അതൊക്കെ കൊണ്ടാണ് എനിക്കിവിടെ ജോലി ലഭിച്ചത്. എനിക്ക് പ്രേതങ്ങളിലൊന്നും വിശ്വാസമില്ല. അത് ഡൗട്ട് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. അറ്റ്ലീസ്റ്റ് മരിച്ചവർ നമ്മളെയൊന്നും ചെയ്യുവാൻ വേണ്ടി പോകുന്നില്ല. അന്ന് വൈകുന്നേരം ഞാൻ ഡൈനർ ഹോട്ടലിലായിരുന്നു. ആ സമയം മാർക്ക് എന്നെ വിളിച്ചു. അവൻ ആ ജോലിയെക്കുറിച്ച് പറയുവാനാണ് വിളിച്ചത്. അങ്ങനെ ഇന്ന് രാത്രി ജോയിൻ ചെയ്യുവാനും പറഞ്ഞു. ഞാൻ കോൾ ഹാങ് അപ്പ് ചെയ്തു. അങ്ങനെ ഉള്ളിൽ കയറി. ഞാൻ ആ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആ ഒരു ഹോട്ടലിൻ്റെ കാഷ്യർ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അത് മാർട്ടിനായിരുന്നു, എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. അവൻ എന്നോട് പറയാൻ തുടങ്ങി, നീ ഇപ്പോഴും ആ ഒരു നൈറ്റ് ക്ലബ്ബിലെ സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് ജോലി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ ആ ഒരു ജോലി വിട്ടു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് മാർക്കി എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ എനിക്ക് വേണ്ടി ഒരു ജോലി കണ്ടുപിടിച്ചു അത്രേ. ഞാൻ മാർട്ടിനോട് ഗ്വാഡലൈപ്പ് സെമിത്തേരിയിലാണ് നൈറ്റ് ഷിഫ്റ്റ് സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു, അമ്പടാ, നീ ഇത്രയും ധൈര്യശാലി ആയിരുന്നല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു സ്ഥലം ഹോണ്ടഡ് ആണെന്ന്. പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിൽ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്നൊരു ബർഗർ കഴിച്ച് പുറത്തിറങ്ങി. ഞാൻ എൻ്റെ കാറിൻ്റെ അടുത്തോട്ട് നടന്നു. ഞാൻ വാതിൽ തുറന്നു, ഉള്ളിൽ കയറി സ്റ്റാർട്ടാക്കി ഓടിക്കാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ക്യാച്ചർ മാർട്ടിൻ പറഞ്ഞ വാക്കുകളായിരുന്നു. ആ ഒരു സെമിത്തേരിയിലോട്ട് പോകാനുള്ള വഴിയിൽ വളരെ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനങ്ങനെ ആ ഒരു സെമിത്തേരിയിൽ എത്തുകയാണ്. എൻ്റെ കാർ അവിടെ പാർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ സെമിത്തേരി ഗേറ്റ്സിൻ്റെ അടുത്തോട്ട് നടന്നു. ഞാൻ അവിടെ കണ്ടു തുരുമ്പ് പിടിച്ചൊരു ബോർഡ്. അതിലുണ്ടായിരുന്നത് ഗ്വാഡലൂപ്പ് സെമിത്തേരി എന്നാണ്. അതിൻ്റെ താഴെയായി എഴുതിയിരുന്നു EST 1864 എ സാക്രഡ് റെസ്റ്റിംഗ്. അവിടെ ഉണ്ടായിരുന്ന മതിലുകളിൽ ക്രാക്ക് ഉണ്ടായിരുന്നു. ഞാൻ മെല്ലെ ഗേറ്റ് തുറന്നു. അവിടെ എനിക്ക് വേണ്ടി മാർക്കി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ചെറുതായി പുഞ്ചിരിച്ചു. ഓഹ്, നീ ഇവിടെ എത്തിയല്ലേ? അവൻ ചെറുതായി എൻ്റെ ഷോൾഡറിൽ മുട്ടി. എനിക്കറിയാമായിരുന്നു നീ ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കില്ല എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ വേണം. ഞാനൊരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇത് പറയുമ്പോൾ എനിക്കത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവനെനിക്ക് സെക്യൂരിറ്റി ഓഫീസിൻ്റെ ചാവി തന്നു. അങ്ങനെ അവൻ പറഞ്ഞു, നിനക്ക് ഇവിടെ ചെയ്യാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. രാത്രി വല്ലപ്പോഴും പെട്രോളിംഗ് നടത്തുക, പിന്നെ ക്യാമറാസ് ചെക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ആരും കയറുവാൻ പോകുന്നില്ല. ചിലപ്പോൾ വീടില്ലാത്ത കുറച്ച് പേര് വരും, അല്ലെങ്കിൽ വല്ല കുട്ടികൾ നമ്മളെ പ്രാങ്ക് ചെയ്യാൻ വരും. ഇനി അതോർത്ത് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ അതെ എന്ന് പറഞ്ഞു. മാർക്കിയും ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്, പക്ഷേ എൻ്റെ ഷിഫ്റ്റിൻ്റെ മുന്നേയുള്ള ഷിഫ്റ്റിലാണെന്ന് മാത്രം. ഇതിനുശേഷം മാർക്കി പറഞ്ഞു, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഇവിടുത്തെ കുറച്ച് ആളുകൾ ഈ ഒരു സ്ഥലം ഹോണ്ടഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ രാത്രി നീ ചിലപ്പോൾ വീടായിട്ടുള്ള ശബ്ദം കേൾക്കും. പക്ഷെ നീ അതൊന്നും ശ്രദ്ധിക്കരുത്. ചിലപ്പോൾ അത് വിൻഡായിരിക്കും, അല്ലെങ്കിൽ പഴയ സ്ട്രക്ചറൊക്കെ അല്ലേ, അപ്പോൾ വല്ല പൊട്ടുന്ന ശബ്ദമായിരിക്കും നീ കേൾക്കുന്നുണ്ടാവുക. പിന്നെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് നാട്ടുകാർ ഇതൊരു ഹോണ്ടഡ് ആണെന്ന് പറയുന്നത്. ആര് പറഞ്ഞാലും നീ ഒന്നും വിശ്വസിക്കരുത്. ഞാൻ പറഞ്ഞു, അതിന് ഞാൻ പ്രേതത്തിനെ വിശ്വസിക്കുന്നില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഓർത്ത് ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത്? അവൻ പറഞ്ഞു, ദാറ്റ്സ് ദ സ്പിരിറ്റ്. എൻ്റെ ഷിഫ്റ്റ് ഇപ്പോൾ കഴിഞ്ഞു, ഞാൻ പോകുകയാണ്. അപ്പോൾ സ്റ്റേ സേഫ് മാൻ. അങ്ങനെ ഇതും പറഞ്ഞ് അവൻ അവൻ്റെ കാറിൻ്റെ അടുത്തോട്ട് നടന്നു. അങ്ങനെ ഓടിച്ചുപോയി. ഞാൻ ആ സമയം ഒറ്റക്കായിരുന്നു. ഞാൻ തിരിഞ്ഞ് സെക്യൂരിറ്റി ഓഫീസിൻ്റെ അടുത്ത് നടക്കുവാൻ തുടങ്ങി. എൻട്രൻസിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ബിൽഡിംഗ്. അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഡെസ്ക്, ചെയർ, പിന്നെ കുറച്ച് മണ്ണ് പിടിച്ച മോണിറ്റേഴ്സ് കാണുവാൻ സാധിച്ചു. അതിൽ സെമിത്തേരിയുടെ പല പല പാർട്ടുകൾ കാണിക്കുന്നുണ്ടായിരുന്നു, അഥവാ CCTV ദൃശ്യങ്ങൾ. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. മോണിറ്റേഴ്സിലെ ദൃശ്യങ്ങൾ മാറ്റി മാറ്റി ഞാൻ നോക്കി. ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ക്ലോക്കിലോട്ട് നോക്കി. സമയം 9 മണി. എൻ്റെ ഷിഫ്റ്റ് തുടങ്ങിയിരിക്കുന്നു. ഞാൻ ചെയറിൽ ചാഞ്ഞിരുന്നു. പിന്നെ കോഫി ഒന്ന് സിപ്പും ചെയ്തു. ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു, ഇത് വേറൊരു ജോലി മാത്രമാണ്, നത്തിങ് അൺയൂഷ്വൽ. പിന്നെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സെമിത്തേരിയിലെ നിശബ്ദമായ രാത്രി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യ റൗണ്ട് എടുക്കാനായി ഞാൻ പുറത്തിറങ്ങി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ തുടങ്ങി.
അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. പുറത്ത് ശവപ്പെട്ടി വെച്ച മുറിയിലെ ഡോർ തുറന്നിരിക്കുന്നു. എനിക്കുറപ്പാണ് മുന്നേ മാർക്കി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് നോക്കിയാൽ മതി, ചിലപ്പോൾ കുട്ടികൾ പ്രാങ്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ മെല്ലെ അതിൻ്റെ ഉള്ളിലോട്ട് നടന്നു. ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ബാക്ക് തിരിഞ്ഞ് പുറത്ത് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കണ്ടു, ഒരു പെൺകുട്ടി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ എന്നെ തന്നെയാണ് നോക്കിയത്. എനിക്ക് ഉറപ്പാണ് ഈ ഒരു കാര്യം ചെയ്തത് അവൾ തന്നെ. അവൾക്ക് ഏകദേശം 19 വയസ്സുണ്ടാകുമെന്ന് തോന്നുന്നു. അവൾ സംസാരിക്കാൻ തുടങ്ങി. നല്ല നീളമുള്ള ധൈര്യശാലിയായ വ്യക്തി. പക്ഷെ എന്നെ കണ്ട് ഒന്ന് പേടിച്ചു അല്ലേ? ഞാൻ പറഞ്ഞു, ഇത് തമാശയാക്കേണ്ട ഒരു കാര്യമല്ല, നിനക്ക് ഇവിടെ വരേണ്ട യാതൊരു പെർമിഷനുമില്ല, അതുകൊണ്ട് തന്നെ പോകുവാൻ ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് സ്യൂട്ടിട്ട ആൾക്കാരെ ഇഷ്ടമാണ്, നീ എന്തായാലും ഹാൻസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ദയവായിട്ട് നീ പോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അത് കേട്ടപ്പോൾ തന്നെ അവൾ ബാക്ക് തിരിഞ്ഞ് നടക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ വാക്കി ടോക്കിയിൽ എന്തോ ശബ്ദം ഞാൻ കേട്ടത്. അത് മാർക്കിയായിരുന്നു. എല്ലാം ഓക്കെ അല്ലേ എന്ന് അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, 19 വയസ്സുണ്ടാകുമെന്ന് തോന്നുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇതൊക്കെ സാധാരണമാണ് ഇവിടെ, നീ എന്തായാലും അവൾ പോയെന്ന് ഉറപ്പ് വരുത്ത്. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ എൻ്റെ സെക്യൂരിറ്റി ഓഫീസിലായിരുന്നു. ക്യാമറ ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. അപ്പോഴാണ് ചർച്ചിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നതായി ഞാൻ കണ്ടത്. അപ്പോൾ ആരോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. സെക്യൂരിറ്റി ഗാർഡ് ആയതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഉള്ളിൽ ചെന്ന് പരിശോധിക്കണമായിരുന്നു. എനിക്കതിന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്തായാലും നോക്കിക്കളയെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ ചർച്ചിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ആരെ സാന്നിധ്യവും എനിക്ക് അറിയുവാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് നടന്നു. അപ്പോൾ ഞാൻ അത് കണ്ടു. മെഴുകുതിരി ആരോ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് നോക്കി. അപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. മറ്റൊന്നുമല്ല, ആരോ രക്തം വെച്ച് തല തിരിഞ്ഞ നക്ഷത്രം വരച്ചിട്ടുണ്ട്. അതിന് നടുക്കാണ് ഒരു മെഴുകുതിരി ഉള്ളത്. ആരോ ഇവിടെ ബ്ലാക്ക് ക്രൈസ്റ്റിനെ വർഷിപ്പ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ എന്തായാലും എല്ലാ സ്ഥലത്ത് ചെന്ന് നോക്കി. പക്ഷെ ആരെയും എനിക്കവിടെ കാണുവാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ എൻ്റെ സെക്യൂരിറ്റി റൂമിലോട്ട് നടക്കുകയാണ്. ആ സമയം എനിക്കെന്തോ പാട്ടിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതെൻ്റെ സെക്യൂരിറ്റി റൂമിൽ നിന്നുമാണ് വരുന്നത്. ഞാൻ ജനാലയിലേക്കൂടെ നോക്കി. അപ്പോൾ ഞാൻ കണ്ടു, ഞാൻ നേരത്തെ കണ്ട ആ ഒരു പെൺകുട്ടി പാട്ടും വെച്ച് ഉള്ളിൽ നിന്നും ഡാൻസ് കളിക്കുന്നു. ആരായാലും രാത്രി ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പേടിക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ ഡോർ തുറന്ന് അവളോട് ശക്തമായി പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പോകുവാൻ വേണ്ടി. അവളൊന്നും തിരിച്ച് മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എടി, ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്, കേൾക്കുന്നില്ലേ? ഇത് കേട്ടവിടെ തന്നെ അവൾ അവളുടെ റേഡിയോ ഓഫാക്കി എൻ്റെ നേരെ തിരിഞ്ഞു. എന്നെ തന്നെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ കയറുവാൻ പാടില്ല എന്ന്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവൾ പറഞ്ഞു, എന്താണ് നിൻ്റെ പ്രശ്നം? ഞാൻ ഡാൻസ് കളിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞതാണ് ഇവിടെ കയറുവാൻ പാടില്ല എന്ന്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറയണം? അപ്പോൾ അവൾ പറഞ്ഞു, ഒന്ന് റിലാക്സ് ആകും നീ, എനിക്കൊന്ന് പറയുവാനുണ്ട്. എൻ്റെ കൂട്ടുകാരും പിന്നെ ഞാനും ഇതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ബാത്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അവളെ കൊണ്ടുവന്നു. നിന്നെ എനിക്ക് കാണാൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിൽ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നിൻ്റെ ഫ്രണ്ട് എവിടെ? അപ്പോൾ അവൾ പറഞ്ഞു, സൂസൻ പുറത്തു വാ, ഇവനൊന്നും നമ്മൾ ചെയ്യുവാൻ പോകുന്നില്ല. അങ്ങനെ അവളുടെ കൂട്ടുകാരി പുറത്തിറങ്ങി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഐ ആം സോറി സർ, എനിക്കൊന്ന് ബാത്റൂം യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ ദയവായി കേൾക്കൂ. നിങ്ങളീ പരിസരത്ത് ഞാൻ ഇനി കാണുവാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുന്നതായിരിക്കും. അങ്ങനെ അവൾ പറഞ്ഞു, നീ ഇവിടെ തനിച്ചല്ലേ, നിനക്ക് ബോറൊന്നും അടിക്കുന്നില്ലേ? വേണമെങ്കിൽ നമ്മൾ നിനക്കൊരു കമ്പനി തരാം. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അച്ഛൻ്റെ പ്രായം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ദയവായി പോ. ഈ കാര്യം പറയുമ്പോൾ തന്നെ അവർ ഇറങ്ങിയിരുന്നു. തണുപ്പ് മെല്ലെ മെല്ലെ ആകുവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാക്കറ്റ് എടുത്തിടണം. പക്ഷേ എന്താണ് കാര്യമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജാക്കറ്റ് എൻ്റെ കാറിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ കാറിൽ പോയി എടുക്കേണ്ടി വരും. അങ്ങനെ ജാക്കറ്റ് എടുത്ത് വരുമ്പോഴായിരുന്നു എന്തൊരു ശബ്ദം ഞാൻ കേട്ടത്. അത് ചർച്ചിൽ നിന്നുമാണ് വരുന്നത്. ഞാൻ മെല്ലെ പള്ളിയുടെ ഉള്ളിൽ കയറുകയാണ്. പക്ഷെ ആരെയും എനിക്ക് കാണുവാൻ സാധിച്ചില്ല. ഞാനങ്ങനെ എൻ്റെ സെക്യൂരിറ്റി റൂമിലോട്ട് നടന്നു. ആ സമയത്തായിരുന്നു ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ സെക്യൂരിറ്റി റൂമിൻ്റെ സൈഡിലായിട്ട് ആരോ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആ ഒരു ക്യാൻഡിലുള്ളത് ഒരു തലതിരിഞ്ഞ നക്ഷത്രത്തിൻ്റെ മുകളിലാണ്. നേരത്തെ പോലെ തന്നെ ആ ഒരു നക്ഷത്രവും ചോര കൊണ്ടാണ് എഴുതിയത്. പക്ഷേ അവിടെയൊന്നും എനിക്ക് ആരെയും കാണുവാൻ സാധിച്ചില്ല. ഇപ്പോൾ സമയം 1 മണി ആയിരിക്കുകയാണ്.
ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ചെറുതായി ഭയന്നിരിക്കുകയായിരുന്നു. എനിക്ക് പ്രേതങ്ങളിലൊന്നും വിശ്വാസമില്ല, പക്ഷെ ഇത് ആരെയും ഭയപ്പെടുത്തും. ഇതെന്തായാലും മനുഷ്യന്മാർ ചെയ്യുന്നത് തന്നെയാണ്, പക്ഷെ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ സമയം ഏകദേശം 1:30 AM ആകുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. മരങ്ങളുടെ ഇടയിൽ നിന്നും ഒരു ലൈറ്റ് ഞാൻ കാണുന്നു. കാത്തഡ്രലിൽ നിന്നുമാണ് ആ ഒരു ലൈറ്റ് വരുന്നത്. ആ ഒരു ലൈറ്റ് എനിക്കൊരു ഫ്ലാഷ് ലൈറ്റ് പോലെയാണ് തോന്നിയത്. ഞാനപ്പോൾ ആ ഒരു പള്ളിയുടെ അവിടെ പോവുകയാണ്. അപ്പോൾ പള്ളിയുടെ കുറച്ച് ദൂരെ സൈഡിൽ നിന്നുമാണ് ലൈറ്റ് കാണുന്നത്. അവിടെ 2 പേര് നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് അവിടത്തോട്ട് അടിച്ച് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്തു. അപ്പോൾ അവരും അതേപോലെ തന്നെ ചെയ്തു. ഈ ഒരു കാര്യം സംഭവിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ചെറുതായി ഭയം ഉയർന്നു വന്നു. ഞാൻ ബാക്ക് തിരിഞ്ഞ് നടക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് പള്ളിയുടെ സൈഡിൽ എന്തോ എഴുതിയതായി ഞാൻ കണ്ടത്. ഹെല്ലെന്ന് ആരോ എഴുതിയിരിക്കുന്നു. അതും എഴുതിയത് ബ്ലഡ് വെച്ചിട്ടാണ്. ഈ കാര്യം നേരത്തെ ഇല്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് ഭയന്ന് വിറച്ചുപോയി. അപ്പോൾ ആരോ ചർച്ചിൻ്റെ ഉള്ളിൽ നിന്നും പറയുന്നത് കേട്ടു, ഹലോ, നിനക്കിതിൻ്റെ ഉള്ളിൽ കയറുവാൻ സാധിക്കില്ല. ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ചർച്ചിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിൽ കയറി. അപ്പോൾ ആരുടെയോ നിഴൽ ഞാൻ കണ്ടു. ഞാൻ ഉള്ളിൽ കയറിയെന്ന് മനസ്സിലാക്കിയതോടെ ആ വ്യക്തി അവിടെ നിന്ന് പോവുകയാണ്. എനിക്കത് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല, കാരണം അവിടെ ഫുള്ള് ഇരുട്ടായിരുന്നു. നീ ഇപ്പോൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആരുടെയും ശബ്ദം ഞാൻ കേട്ടില്ല. അങ്ങനെ ഞാൻ സ്റ്റെയർ കയറി മുകളിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടു, ദൂരെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫ്ലാഷ് ലൈറ്റ് അയാളുടെ മുഖത്തേക്ക് ആക്കി. അപ്പോൾ ഞാൻ കണ്ടു, അയാളുടെ മുഖം ഫുള്ള് ചോര കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് അയാളുടെ ചോരയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊന്നിട്ടുള്ള ചോരയാണോ എന്ന് എനിക്കറിയില്ല. അയാൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി. അത് പോയി ചെക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ചർച്ചിൻ്റെ വാതിൽ പൂട്ടി ഞാൻ എൻ്റെ സെക്യൂരിറ്റി റൂമിലോട്ട് നടന്നു. അങ്ങനെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ഞാൻ സെക്യൂരിറ്റി ക്യാമറാസ് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനത് കണ്ടത്. ഞാൻ വെറുതെ സെക്യൂരിറ്റി ഓഫീസിൽ ജനാലയിൽ കൂടെ പുറത്ത് നോക്കിയതാണ്. അപ്പോൾ കണ്ടു, പുറത്ത് അയാൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കണ്ട അതേ വ്യക്തി. പക്ഷെ ഇപ്പോൾ അയാളുടെ ബോഡി ഫുള്ള് രക്തമായിരുന്നു. ഞാൻ അയാളെ കണ്ടുവെന്ന് മനസ്സിലാക്കിയോടെ അവൻ അവിടെ നിന്നും പോവുകയാണ്. എനിക്കിപ്പോൾ പോയി നോക്കേണ്ട ധൈര്യമില്ലായിരുന്നു. ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. ഇതെന്തായാലും ആ ഒരു ടീനേജേഴ്സ് തന്നെയായിരിക്കും. എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി അവർ വന്നതാണ്. ചിലപ്പോൾ അവർ എവിടെയെങ്കിലും ക്യാമറ വെച്ച് ഞാൻ ഭയപ്പെടുന്നത് കണ്ട് അവർ ചിരിക്കുന്നുണ്ടാകാം. സമയം ഇപ്പോൾ 3 മണി ആവുകയാണ്. എനിക്ക് റൗണ്ടിന് പോകേണ്ട സമയമായി. അങ്ങനെ ഞാൻ റൗണ്ട് പോയി. ഞാൻ ചെയ്ത ഈ ഒരു റൗണ്ടിൽ പ്രത്യേകിച്ച് ഡിഫറൻ്റായി ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം സാധാരണ പോലെ തന്നെ. അങ്ങനെ ഞാൻ എൻ്റെ സെക്യൂരിറ്റി റൂമിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ കുറച്ച് സമയം കടന്നു പോവുകയാണ്. എനിക്ക് അടുത്ത റൗണ്ട് എടുക്കേണ്ട സമയം ആയി. സമയം ഇപ്പോൾ കറക്റ്റ് 3:33. അപ്പോഴാണ് ചർച്ചിൽ നിന്നും എന്തോ ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു. അപ്പോൾ ഞാൻ കണ്ടു, കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ട്. എന്തോ ഒരു റിച്വൽ ചെയ്യുകയാണ്. അവിടെ എന്തൊക്കെയോ മെഴുകുതിരികളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവർ പറയുന്നു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അവർ കറുത്തച്ഛന് വേണ്ടി അഥവാ ബ്ലാക്ക് ക്രൈസ്റ്റിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. അവരെന്നെ കാണാതിരിക്കാൻ ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. അവർ പറയുന്ന ശ്രദ്ധിച്ചു കേട്ടു, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഈ ഒരു ലോകം എത്ര മോശമാണ്. ആർക്കാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? അവരാണ് ഈ ലോകത്തിലെ യഥാർത്ഥ ക്രിയേറ്റർ. ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ അവർ പറയുവാൻ വേണ്ടി തുടങ്ങി. ഇതിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, അവർക്കൊരു ലീഡറുണ്ട്. അവരാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ആ ഒരു ലീഡർ ആ ഒരു കൾട്ടിലെ ബാക്കിയുള്ള മെമ്പേഴ്സിനൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞാൻ നേരത്തെ കണ്ട ആ ഒരു 2 പെൺകുട്ടികളും പിന്നെ ആ ചോരയിൽ പൊതിഞ്ഞ് ആ ഒരു മനുഷ്യനും ഈ ഒരു കൾട്ടിൻ്റെ ഭാഗമൊക്കെ ബ്ലാക്ക് റൈസിന് വേണ്ടി അവരുടെ ജീവൻ സാക്രിഫൈസ് അഥവാ ബലി ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് എൻ്റെ വാക്കി ടോക്കിയിൽ നിന്നും എന്തൊരു ശബ്ദം ഞാൻ കേട്ടത്. അത് മാർക്കിയായിരുന്നു. നീ ഇപ്പോൾ സേഫാണോ എന്ന് ചോദിക്കാനാണ് അവൻ വിളിച്ചത്, അഥവാ അവൻ കണക്ട് ചെയ്തത്. പക്ഷെ ആ ഒരു ശബ്ദം ആ ഒരു കൾട്ടിലെ മെമ്പേഴ്സ് കേട്ടു. അങ്ങനെ അവർ ശബ്ദം കേട്ട ഭാഗത്ത് നോക്കുകയാണ്. അങ്ങനെ അവർ എന്നെ കണ്ടു. ഞാൻ ആ സമയം ഒന്നും നോക്കിയില്ല. സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ സെക്യൂരിറ്റി റൂമിലേക്ക് ഓടുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ബെഡിൻ്റെ താഴെ ഞാൻ ഒളിച്ചു. അങ്ങനെ ഞാൻ അത് കണ്ടു. മെല്ലെ സെക്യൂരിറ്റി റൂമിൻ്റെ വാതിൽ തുറക്കുന്നു. അത് ആ ഒരു കൾട്ടിൻ്റെ ലീഡറാണ്. എനിക്ക് വേണ്ടി ആ ഒരു സെക്യൂരിറ്റി റൂം ഫുള്ള് തപ്പുകയാണ്. എൻ്റെ ഭാഗ്യം കൊണ്ട് അവർ ഞാൻ ഒളിച്ചിരുന്ന സ്ഥലത്ത് വന്നില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ പോയി.
ഇപ്പോൾ സമയം 4 AM. എനിക്കിപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. എൻ്റെ കാറിലോട്ട് ഓടുക, പിന്നെ സ്റ്റാർട്ടാക്കി ഇവിടെ നിന്നും രക്ഷപ്പെടുക. ഞാനങ്ങനെ വാതിൽ തുറന്ന് മെല്ലെ ഓടുവാൻ ശ്രമിച്ചു. അങ്ങനെ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ കാറിൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ നിന്നും എന്ത് ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ കണ്ടു, ദൂരെ എനിക്ക് വേണ്ടി അവരൊരു കൾട്ടിൻ്റെ ലീഡർ ഓടി വരികയാണ്. ഞാൻ എൻ്റെ കാറിൻ്റെ ഉള്ളിൽ കയറി. സ്റ്റാർട്ടാക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ ഒരു സമയം കൊണ്ട് തന്നെ കൾട്ടിൻ്റെ ലീഡർ എൻ്റെ വണ്ടിയുടെ തൊട്ടു മുന്നിൽ എത്തിയിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ കാറിൻ്റെ ബാക്കിലത്തെ സീറ്റിൽ നിന്നും എന്തോ ശബ്ദം കേട്ടത്. ഞാൻ മെല്ലെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ അത് കണ്ടു. ഞാൻ നേരത്തെ കണ്ട ആ ഒരു രക്തത്തിൽ പൊതിഞ്ഞ മനുഷ്യൻ. ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു കൾട്ടിലെ എല്ലാ മെമ്പേഴ്സും എൻ്റെ വണ്ടി വളഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല. അപ്പോഴാണ് എൻ്റെ വണ്ടിയുടെ ബാക്ക് സീറ്റിലിരുന്ന ആ ഒരു കൾട്ടിൻ്റെ മെമ്പർ ഒരു ചുറ്റിക വെച്ച് എൻ്റെ തലയിൽ അടിക്കുന്നത്. അങ്ങനെ എൻ്റെ ബോധം പോവുകയാണ്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ചർച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ മുന്നിൽ മാർക്കി ഉണ്ടായിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. ശബ്ദമുണ്ടാക്കരുത്, അവർ ഈ ചർച്ചിൽ തന്നെ ഉണ്ട്. ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഡേഞ്ചറിലാണെന്ന്? അപ്പോൾ മാർക്കി പറഞ്ഞു, നീ ആ ഒരു റേഡിയോന് റെസ്പോണ്ടൊന്നും തന്നില്ലല്ലോ. ഞാൻ ജസ്റ്റ് പ്രോട്ടോകോൾ ഫോളോ ചെയ്തതാണ്. ഞാൻ ചോദിച്ചു, ആരാണ് ഈ ഭ്രാന്തന്മാർ? അവർക്ക് എന്താണ് വേണ്ടത്? മാർക്കി പറഞ്ഞു, എനിക്കറിയില്ല. ഭ്രാന്തന്മാർ അഥവാ സാത്താനിസ്റ്റ്. എനിക്കും യാതൊരു ഐഡിയയുമില്ല. അവരുടെ കൂട്ടത്തിൽ ഒരു വൃദ്ധനുണ്ട്. എന്തായാലും അയാൾ തന്നെയാകും ലീഡർ. ഞാൻ ആ ഒരു കൾട്ട് മെമ്പേഴ്സ് അയാൾ ചാൾസ് എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് തന്നെയാണ് സംഭവം. അയാൾ തന്നെയാണ് കൾട്ടിൻ്റെ ലീഡർ. ഞാൻ മറുപടി കൊടുത്തു. അയാൾ അവർക്കെന്തോ സ്പീച്ച് കൊടുക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ആദ്യം ഇത് തന്നെയാണ് വിചാരിച്ചത്, അയാൾ കൾട്ടിൻ്റെ ലീഡറാണെന്ന്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഉറപ്പായി, അയാൾ തന്നെയാണ് ഈ ഒരു കൾട്ടിൻ്റെ ലീഡർ. മാർക്കി പറഞ്ഞു, അതെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ അവർ നമ്മളെ കാണും. ഞാനും മാർക്കിയും ഇപ്പോൾ ഉള്ളത് ആ ഒരു ചർച്ചിൽ ഒരു റൂമിൽ തന്നെയാണ്. അവർ എന്തായാലും മെയിൻ ഹാളിലുണ്ടാകും. മാർക്കി പറയുവാൻ തുടങ്ങി, നമുക്ക് എത്രയും വേഗം ഗാർഡ് ഹൗസിൽ പോകണം. അവിടെ ഒരു എക്സ്ട്രാ റേഡിയോ കമ്മ്യൂണിക്കേറ്റർ ഉണ്ട്, ക്യാബിനറ്റ്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ വാക്കി ടോക്കി മിസ്സിംഗ് ആയി. എന്തായാലും ഇപ്പോൾ പോലീസിനെ വിളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ മെല്ലെ വാതിൽ തുറന്ന് മെയിൻ ഹാളിലെത്തി. അപ്പോൾ നമ്മൾ അവരെ കണ്ടു. ആ ഒരു കൾട്ട് മെമ്പേഴ്സിനെ തന്നെ. അവരിപ്പോഴും റിച്വൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നു. അവർ നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് മെയിൻ പ്രോബ്ലം വരുന്നത്. ആ ഒരു കൾട്ടിലെ മെമ്പേഴ്സ് ഏറ്റവും ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിലെ കത്തി നമ്മൾ കണ്ടു. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് അവർ കാണാതെ രക്ഷപ്പെടുവാൻ സാധിക്കില്ല. മാർക്കി പറഞ്ഞു, നമുക്ക് എന്തായാലും ഇങ്ങനെ രക്ഷപ്പെടുവാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ ഇവിടെ നിന്നും ഓടാം. എനിക്ക് നല്ല സ്പീഡുള്ളതാണ്. അപ്പോൾ നീ ഗാർഡ് ഹൗസിലോട്ട് ഓടണം, അവർ നിന്നെ കാണില്ല. ഞാൻ പറഞ്ഞു, എടാ നിനക്ക് ഭ്രാന്താണോ? അവരെന്തായാലും നിന്നെ കൊല്ലും, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? മാർക്കി പറഞ്ഞു, ഈ കുട്ടികൾക്ക് ഈ ഒരു റേസിൽ എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ എന്തായാലും രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ നീ ഗാർഡ് ഹൗസിൽ പോയി ക്യാബിനറ്റിൽ നിന്നും റേഡിയോ എടുക്ക്. ഞാൻ അവർ കാണാതെ എൻ്റെ കാറിൽ നിന്നും സ്പെയർ റേഡിയോ എടുത്തോളും. ഞാൻ പറഞ്ഞു, എടാ നീ എനിക്കൊരു പ്രോമിസ് തരണം, നീ മരിക്കില്ല എന്ന്, കേട്ടോ? അവൻ അതേ എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് ഓടുവാൻ തുടങ്ങി. അപ്പോൾ ചർച്ചിൻ്റെ മുന്നിലുണ്ടായ ആൾക്കാർ അവനെ പിടിക്കാനും ഓടി. ഈ ഒരു സമയം നല്ലൊരു സമയമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഗാർഡ് ഹൗസിലേക്ക് ഓടി. ഞാൻ അവിടെ എത്തി. വേഗം തന്നെ വാതിൽ തുറന്നു. അപ്പോൾ ഞാൻ താഴെ രക്തത്തിൽ എന്തോ എഴുതിയത് നോട്ട് സേഫ് എന്നാണ് എഴുതിയത്. അങ്ങനെ ഞാൻ ഗ്രേ ക്യാബിനറ്റ് ഓപ്പൺ ആക്കി അവിടെ നിന്ന് റേഡിയോ കണക്ടർ എടുത്തു. ഞാൻ മാർക്കിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നോക്കി, പക്ഷേ ആകുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വീണ്ടും ശ്രമിച്ചു. അപ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്തു. ഐ ആം സോ സോറി മൈ ഫ്രണ്ട്, ഒന്ന് ക്ഷമിക്കൂ, എനിക്കത് ചെയ്യുവാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞു, എടാ നീ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് മാർക്കി? പറ, നീ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ അവരെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ബ്രദർ. ഇതാണ് അവൻ അതിന് റിപ്ലൈ തന്നത്. ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ എവിടെയാണുള്ളത്? ഞാൻ അവിടേക്ക് വരാം. അവൻ സോറി ബ്രദർ എന്ന് പറയുമ്പോൾ തന്നെ ഞാനൊരു അലർച്ചയാണ് കേട്ടത്. അത് അവൻ്റേത് തന്നെയായിരുന്നു. പിന്നെന്തോ താഴെ വീഴുന്ന ശബ്ദവും ഞാൻ കേട്ടു. കണക്ഷൻ കട്ടാവുകയാണ്. എനിക്ക് മനസ്സിലായി, അവർ മാർക്കിയെ കൊന്നു. സമയം ഇപ്പോൾ ഏകദേശം 5 AM ആയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പുറത്തു നിന്നും എന്തൊരു ശബ്ദം കേട്ടു. ഞാൻ അപ്പോൾ തന്നെ ബെഡിൻ്റെ അടിയിൽ ഒളിക്കുകയാണ്.
ഇത് നല്ലൊരു ഐഡിയ ആണോ എന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഇതിനേക്കാൾ ബെറ്ററായി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോഴാണ് ഞാനിപ്പോൾ ഒളിച്ചിരിക്കുന്ന റൂമിൻ്റെ വാതിൽ ആരോ തുറന്നത്. അത് ആ ഒരു കൾട്ടിൻ്റെ ലീഡർ തന്നെയായിരുന്നു. അയാൾ ഞാൻ ഒളിച്ചിരിക്കുന്ന ബെഡിൻ്റെ സൈഡിൽ നിന്നു. അയാളുടെ കയ്യിൽ എന്തൊരു സാധനം ഉണ്ടായിരുന്നു. അതിൽ നിന്നും രക്തം താഴെ ഉറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ആ ഒരു സാധനം താഴെ ഇടുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവനും പോയി. അത് മറ്റൊന്നുമായിരുന്നില്ല, മാർക്കിയുടെ തലയായിരുന്നു. അങ്ങനെ അയാൾ മെല്ലെ സെക്യൂരിറ്റി റൂമിൻ്റെ പുറത്തേക്ക് നടക്കുകയാണ്. അയാൾ പോയി എന്ന് ഉറപ്പ് വരുത്തിയവിടെ തന്നെ ഞാൻ ബെഡിൽ നിന്നും പുറത്തിറങ്ങി. എനിക്ക് കരയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാധിക്കുന്നില്ല. അത്രയും ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒരു കാര്യമേ ചെയ്യാൻ സാധിക്കൂ, പെട്ടെന്ന് തന്നെ എൻ്റെ കാറിൻ്റെ അടുത്തോട്ട് ഓടുക. അങ്ങനെ കാറെടുത്ത് ഇവിടെ നിന്നും രക്ഷപ്പെടുക. ഞാൻ ഒന്നും നോക്കിയില്ല, സെക്യൂരിറ്റി റൂമിൻ്റെ പുറത്തേക്ക് ഓടുകയാണ്. ഞാൻ മെല്ലെ സൈഡിലേക്ക് നോക്കി. അപ്പോൾ അവളവിടെ ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ കണ്ട ആ ഒരു 2 പെൺകുട്ടികളും അവരെന്നെ പിടിക്കുവാനായി ഓടി വന്നു. അത്രയും സ്പീഡിൽ കാറിൻ്റെ അടുത്തേക്ക് ഓടി. ഞാനങ്ങനെ എൻ്റെ വണ്ടിയുടെ ഉള്ളിൽ കയറി. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ആരുമില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തി. ഞാൻ മുന്നിലേക്ക് നോക്കി. അപ്പോൾ ഞാൻ കണ്ടു ആ ഒരു കൾട്ടിൻ്റെ ലീഡർ. പിന്നെ എൻ്റെ കാറിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ആ ഒരു കൾട്ടിൻ്റെ മെമ്പേഴ്സ് വളയാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ സൈഡിൽ മാർക്കിയുടെ ഡെഡ് ബോഡി കാണുകയാണ്, തലയില്ലാത്ത ഡെഡ് ബോഡി. അപ്പോൾ എനിക്ക് ദേഷ്യം കയറി വന്നു. എനിക്കുറപ്പാണ് മാർക്കിയെ കൊന്നത് ആ ഒരു കൾട്ടിൻ്റെ ലീഡർ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന അത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ച് അയാളുടെ ദേഹത്ത് കുത്തി കയറ്റുകയാണ്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വണ്ടി റിവേഴ്സ് എടുത്ത് ബാക്കിലുള്ള ആൾക്കാരെയും വണ്ടി വെച്ച് കുത്തി അവിടെ നിന്നും പോയി. ഞാനങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഏകദേശം 1 മാസത്തേക്ക് എനിക്ക് കഠിനമായ പനിയായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യം പോലീസിനോട് കംപ്ലൈൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ TV ഓണാക്കി. ഞാൻ ന്യൂസ് ചാനൽ വെച്ചു. അപ്പോഴാണ് ഞാൻ ആ ഒരു ന്യൂസ് കേട്ടത്. ആ ഒരു ന്യൂസിലുണ്ടായിരുന്നത് അവരെക്കുറിച്ചിട്ട് തന്നെയാണ്, ആ ഒരു കൾട്ട് മെമ്പേഴ്സിനെ കുറിച്ചിട്ട്. ഒരു ദിവസം രാത്രി പോലീസ് അവിടെ പോയി റെയ്ഡ് ചെയ്തപ്പോൾ അവർ നരബലി ചെയ്യുന്നത് കണ്ടു. അതും എനിക്ക് പകരം വന്ന പുതിയ സെക്യൂരിറ്റിക്കാരനെ. അങ്ങനെ ഭാഗ്യം കൊണ്ട് പോലീസ് അവരെ എല്ലാ ആൾക്കാരെയും അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കാറ് വെച്ച് കുത്തിയ ആ ഒരു കൾട്ട് ലീഡറിന് ഒന്നും സംഭവിച്ചില്ല എന്നാണ്. ഞാൻ അയാളുടെ ഫോട്ടോ കണ്ടു. അയാൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കുറപ്പാണ് എനിക്ക് കഴിയുന്ന അത്രയും സ്പീഡിലാണ് അയാളുടെ ദേഹത്ത് എൻ്റെ വണ്ടി കയറിപ്പോയത്. പക്ഷേ അയാളുടെ ദേഹത്ത് ഒരു പാട് പോലും ഉണ്ടായിരുന്നിട്ടില്ല. മാൻസൺ ഫാമിലി ഒരു കൾട്ടായിരുന്നു. പിന്നെ അത് നടത്തിക്കൊണ്ടിരുന്നത് ക്രിമിനലായിട്ടുള്ള ചാൾസ് മാൻസൺ ആണ്. മാർക്കി എന്നോട് മുന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് കൾട്ട് മെമ്പേഴ്സൊക്കെ ആ ഒരു കൾട്ട് ലീഡറിനെ ചാൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രിമിനലായിട്ടുള്ള ഈ ഒരു ചാൾസ് മാൻസൺ തന്നെയാണ് ആ ഒരു കൾട്ട് ലീഡർ. ഈ ഒരു കൾട്ട് 1960 തൊട്ട് 1970 വരെ കാലിഫോർണിയയിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ഈ ഒരു ഗ്രൂപ്പിൽ ആ ഒരു സമയം അതിൻ്റെ പീക്കിലായിരുന്നു. ഏകദേശം 100 മെമ്പേഴ്സായിരുന്നു ആ ഒരു മാൻസൺ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. അവരൊരു അൺകൺവെൻഷണൽ ലൈഫ് സ്റ്റൈലായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടുള്ള ടെസ്റ്റിൽ അവർ ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായി കണ്ടുപിടിച്ചു. ഏകദേശം 9 ആൾക്കാരാണ് മാൻസൺ ഫാമിലി കാരണം മരിച്ചിട്ടുള്ളത്. പിന്നെ ചാൾസ് മാൻസനായ കൾട്ടിൻ്റെ ലീഡർ ഡിസംബർ 3, 1969 അറസ്റ്റ് ചെയ്തത്. അങ്ങനെ 1971 ചാൾസ് മാൻസനെ ജീവിതകാലം മുഴുവൻ പ്രിസണിൽ ജീവിക്കേണ്ട പനിഷ്മെൻറ്റ് സെർവ് ചെയ്യുകയാണ്. അയാൾ നവംബർ 19, 2017 മരിച്ചു. ഈ ഒരു സ്റ്റോറി ടെയിൽസ് ബിയോണ്ട് ദ ടെയിൽ ദ ലാസ്റ്റ് വിജിൽ എന്ന് പറഞ്ഞ ഗെയിമിൽ നിന്നുമാണ് എടുത്തത്. ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞ ഏകദേശം എല്ലാ കാര്യങ്ങളും റിയലായിട്ട് സംഭവിച്ചതാണ്. പിന്നെ അവസാനം പറഞ്ഞ കാര്യം TV-യിലും ന്യൂസ് പേപ്പറിലും പോലും വന്നിട്ടുണ്ട്. ഇതാണ് ചാൾസ് മാൻസൺ, അഥവാ ദ കൾട്ട് ലീഡർ ഓഫ് മാൻസൺ ഫാമിലി. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ്.